പലപ്പോഴും നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ വൈകാരികമായ പ്രതികരണങ്ങൾ നമ്മുടെ ആഗ്രഹത്തിനൊത്ത് വരാറില്ല. കാരണം നാം അനുഭവിക്കുന്ന വികാരം അത് യാന്ത്രികമായി തന്നെ നമ്മുടെ പെരുമാറ്റത്തെ, പ്രതികരണത്തെ സ്വാധീനിക്കുന്നതിനാലാണ്. നമ്മുടെ വികാരത്തെ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാം, എങ്ങനെ അതിനെ ക്രമപ്പെടുത്താം എന്നതിനുപകരിക്കുന്ന ചില പ്രായോഗിക മാർഗനിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ആദ്യം കാണുക. നമസ്കാരം, ഞാൻ ബിജുചന്ദ്രൻ. ഏവർക്കും ഈ ചാനലിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. നാം അനുഭവിക്കുന്ന ഓരോ വികാരത്തിനും അനുസൃതമായി നമ്മളിൽ ഒരു പെരുമാറ്റം സാധാരണയായി ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന്, ദേഷ്യമെന്ന വികാരമാണ് നാം അനുഭവിക്കുന്നതെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന പെരുമാറ്റം അത് അക്രമാസക്തമാകുന്ന രീതിയിലാകാം, അല്ലെങ്കിൽ നാം ഉച്ചത്തിൽ സംസാരിക്കുന്ന രീതിയിൽ നാം പെരുമാറുന്നതിന് ഇടവരും, അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നതിന് ഇടവരും. നാം ദുഃഖിതനാണ് എങ്കിൽ തീർച്ചയായും മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് ഉൾവലിയുന്നതിന്, നമ്മുടെ സുഹൃത്ത് വലയത്തിൽ നിന്ന് ഉൾവലിയുന്നതിനൊക്കെയുള്ള പെരുമാറ്റം നമ്മളിലുണ്ടാകും. അതായത് നാം അനുഭവിക്കുന്ന ഓരോ വികാരത്തിനും അനുസൃതമായി ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കുന്നതിന് നമ്മുടെ ശരീരം നമ്മെ പ്രേരിപ്പിക്കും. ഓരോ വികാരത്തിനും അനുസൃതമായി എന്താണോ നമ്മുടെ ശരീരം ചെയ്യുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്, അതിന് വിപരീതമായിട്ടുള്ള ഒരു പ്രവൃത്തി നാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വികാരത്തെ, ഇമോഷനെ മാറ്റം വരുത്തുന്നതിന് നമുക്ക് കഴിയും. ദേഷ്യമെന്ന വികാരമാണ് നമ്മളിൽ ഉണ്ടാകുന്നതെങ്കിൽ എപ്രകാരമുള്ള പ്രവൃത്തി ചെയ്യുന്നതിനാണ് ശരീരം നമ്മെ പ്രേരിപ്പിക്കുന്നത്? ഉച്ചത്തിൽ സംസാരിച്ച് ശകാരിക്കുന്നതിന്, അക്രമാസക്ത ആകുന്നതിന്, അല്ലെങ്കിൽ വാദിക്കുന്ന രീതിയിലുള്ള, ആർഗ്യൂ ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റം നമ്മളിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിന് വിപരീതമായ ഒരു പെരുമാറ്റം, അതായത് വളരെ ശാന്തനായി വിനയത്തോടുകൂടി നാം ബോധപൂർവം സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇമോഷനെ, ദേഷ്യമെന്ന ഇമോഷനെ, വികാരത്തെ നമുക്ക് ശമിപ്പിക്കുവാൻ കഴിയും. നാം ദുഃഖമാണ് നമ്മളിൽ ഉണ്ടാകുന്നതെങ്കിൽ ശരീരം എത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുവാനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്? ഉദാഹരണത്തിന്, സുഹൃത്ത് വലയത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നു എങ്കിൽ തീർച്ചയായും നാം എത്തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്? ഒരു സുഹൃത്തിനോട് സംസാരിക്കുക, ഇല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ സന്ദർശിക്കുക. നാം അനുഭവിക്കുന്ന ഓരോ വികാരത്തിനും അനുസൃതമായി ശരീരം നമ്മെ എത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുവാനാണോ പ്രേരിപ്പിക്കുന്നത്, അതിന് വിപരീതമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇമോഷനെ, നമ്മുടെ വികാരത്തെ മാറ്റുന്നതിന് നമുക്ക് സാധിക്കും. അടുത്ത മാർഗം ഇതാണ്. നാം വൈകാരികമായി അതിശക്തമായി പ്രതികരിക്കുന്ന സാഹചര്യങ്ങളെ ഒന്ന് വിലയിരുത്തുവാൻ, ഒന്ന് പരിശോധിക്കുവാൻ തയ്യാറാകുക എന്നുള്ളതാണ്. പലപ്പോഴും അത്ര കണ്ട് ഗൗരവമല്ലാത്ത, അവഗണിക്കാവുന്ന ചെറിയ കാര്യങ്ങളെ പോലും നമ്മൾ വൈകാരികമായ അതിര് കടന്നുള്ള പ്രതികരണത്താൽ വഷളാക്കാറുണ്ട്. നിസ്സാരപ്പെട്ട കാര്യങ്ങളെ ഊതിപ്പെരുപ്പിച്ച് നാം വൈകാരികമായി ഏറെ പ്രതികരിക്കാറുണ്ട്. പലപ്പോഴും ആ പ്രവൃത്തിയൊക്കെ ചെയ്തതിന് ശേഷം നാം കരുതും, ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന്. നമ്മൾ ഇത്തരത്തിൽ നമ്മളെ വൈകാരികമായി അമിതമായി പ്രതികരിക്കുന്നതിന് ഇടവരുത്തുന്ന സാഹചര്യങ്ങളെ ആ നിമിഷം തന്നെ നമുക്കൊന്ന് പരിശോധിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായും ഇത്തരത്തിലുള്ള വികാരാധീനനായിട്ടുള്ള പെരുമാറ്റങ്ങളെ ലഘൂകരിക്കുവാൻ, നമ്മുടെ പ്രവൃത്തികളെ ലഘൂകരിക്കുവാൻ നമുക്ക് സാധിക്കും. അത് നമ്മുടെ നിയന്ത്രണത്തിന് കീഴിലാക്കുവാൻ നമുക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മളെ വൈകാരികമായി ശക്തമായി പ്രതികരിക്കുവാൻ ഇടവരുത്തുന്നത് എന്ത് കാരണത്താലാണ് എന്ന് ഒന്ന് പരിശോധിക്കുക. ഇപ്രകാരം ഞാൻ വികാരാധീനനായി ഈ നിസ്സാര കാര്യത്തെ പോലും ഓവറാക്ട് ചെയ്ത് വഷളാക്കുവാൻ ഞാൻ ശ്രമിക്കുന്നത് എന്ത് കാരണത്താലാണ്? എന്ത് ഘടകമാണ് എന്നെ അതിന് പ്രേരിപ്പിക്കുന്നത്? എനിക്ക് ആ വ്യക്തിയോടുള്ള വെറുപ്പാണോ? അതോ എന്നെ അലട്ടുന്ന മറ്റ് അസ്വസ്ഥതകളാണോ? ഈ സാഹചര്യത്തെ, എന്നെ ഇപ്രകാരം ഓവറാക്ട് ചെയ്യുവാൻ ഇടവരുത്തുന്ന ഈ സാഹചര്യത്തെ ഞാൻ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ വ്യാഖ്യാനിക്കുന്നത്?
ഞാൻ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ അനുമാനിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇപ്രകാരമുള്ള എൻ്റെ വൈകാരികമായ അമിതമായ പ്രതികരണം അത് ഈ സാഹചര്യത്തിനോടാണോ യോജിക്കുന്നത്, അതോ എൻ്റെ ഉള്ളിലുള്ള അനുമാനത്തോടാണോ, എൻ്റെ ഉള്ളിലുള്ള വ്യാഖ്യാനത്തോടാണോ യോജിക്കുന്നത് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രതികരണമല്ല നമ്മിൽ ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള വൈകാരികമായ അതിരുകടന്നുള്ള പ്രതികരണത്തെ ശാന്തമാക്കുന്നതിന് ഇപ്രകാരം ഒന്ന് ആ സാഹചര്യത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ഒന്ന് പരിശോധിക്കുവാൻ നാം തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള അമിത വൈകാരിക പ്രതികരണങ്ങൾ ശമിക്കുന്നതിന്, ലഘൂകരിക്കുന്നതിന് നമുക്ക് കഴിയുന്നതാണ്. നമ്മുടെ വികാരത്തെ നിയന്ത്രിക്കുന്നതിന്, ക്രമപ്പെടുത്തുന്നതിന് ഉപകരിക്കുന്ന മറ്റൊരു മാർഗം ഇതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യനില നമ്മുടെ മാനസിക സ്ഥിതിയെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി നിലനിർത്തുകയാണെങ്കിൽ നമ്മുടെ മാനസികമായ ആരോഗ്യവും അതിനൊത്ത് മെച്ചപ്പെടും എന്ന് അറിഞ്ഞിരിക്കുക. അതിനായി നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന എന്തെങ്കിലും വിധമായ രോഗങ്ങളുണ്ടെങ്കിൽ അത് ചികിത്സിക്കുവാൻ തയ്യാറാകുക. ആരോഗ്യകരമായ ഒരു ഭക്ഷണ ശൈലി ക്രമം സ്വീകരിക്കുക. നമ്മുടെ മനസ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ലഹരി പദാർത്ഥങ്ങളെ ഒഴിവാക്കുക. നമുക്ക് മതിയായ രീതിയിൽ വിശ്രമം ലഭിക്കുന്ന ഒരു ഉറക്കം നമുക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. പതിവായി വ്യായാമം ചെയ്യുക. ഇത്തരത്തിൽ ഉള്ള ശീലങ്ങൾ നാം സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തെ നിലനിർത്തുന്നതിനും അതുവഴി നമ്മുടെ മാനസിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനും ഉപകരിക്കുന്നതാണ്. അതിനാൽ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള വൈകാരികമായ അമിത പ്രതികരണങ്ങളെ ഒഴിവാക്കുന്നതിന് ഇത്തരത്തിൽ മാനസികാരോഗ്യം കൈവരിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്ത മാർഗം ഇതാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ വൈകാരികമായി അടിമപ്പെടുന്ന അല്ലെങ്കിൽ വൈകാരികമായ അമിതമായ പ്രതികരണങ്ങൾക്ക് നാം അടിമപ്പെടുന്നു എങ്കിൽ തീർച്ചയായും നമ്മുടെ ശ്രദ്ധ പോസിറ്റീവായിട്ടുള്ള ഇവൻറ്റുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് ഒരു യാത്ര നടത്താം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് സംസാരിക്കാം, നമുക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ പാട്ട് കേൾക്കാം, സിനിമ കാണുന്നതാണ് താല്പര്യമെങ്കിൽ അപ്രകാരമാകാം, അല്ലെങ്കിൽ രുചികരമായ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിനോട് താല്പര്യമാണെങ്കിൽ ലളിതമായ അത്തരത്തിലുള്ള ഭക്ഷണ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ സന്തോഷകരമായ സംഭവങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിപ്പിച്ച് നമ്മുടെ ഇമോഷന് മാറ്റം വരുത്തുവാൻ കഴിയും. നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ തന്നെ, നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ തന്നെ ശീലത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നാം ബോധപൂർവം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള, ക്രമപ്പെടുത്തുന്നതിനുള്ള ശേഷി നമുക്ക് ലഭിക്കും എന്നറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രായോഗിക മാർഗനിർദ്ദേശങ്ങൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഇമോഷനെ റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള സ്കിൽ നിങ്ങളിൽ ഉണ്ടാകും. തൽക്കാലം ഈ വീഡിയോ നമുക്ക് ഇവിടെ പൂർണ്ണമാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപകരിക്കുന്നതിലേക്ക് ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക, മടിക്കാതിരിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാവുക. അടുത്ത ആഴ്ച മറ്റു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ശുഭവാരം.